കിട്ടിയാൽ മുഖ്യമന്ത്രി ആരെന്നതിൽ തർക്കമില്ലെങ്കിലും ഭരണം നഷ്ടമായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ ആകാംക്ഷ. പിണറായി പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ അടുത്ത നേതൃത്വം ആരെന്ന ചർച്ച പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും സജീവമാവുകയാണ്. അടുത്ത നിരയിലേക്ക് പരിഗണിക്കുന്നവരിൽ ആരൊക്കെ ജയിക്കുമെന്നതിൽ പാർട്ടിക്കുള്ളിൽ ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ മുഖ്യമന്ത്രി ചർച്ചകളാണ് കോൺഗ്രസിനെ സജീവമാക്കുന്നത്. എന്നാൽ ഭരണമില്ലെങ്കിൽ മുന്നണിയെ സഭയിൽ പിണറായി നയിക്കുമോ എന്നത് ഇനിയും വ്യക്തതയില്ലാത്ത ചോദ്യമാണ്. നേതാക്കളാകട്ടെ പ്രതികരിക്കാൻ തയ്യാറുമല്ല. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ ഭരണം നിലനിർത്താനാവുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. പിണറായി വിജയൻ നയിച്ച തെരഞ്ഞെടുപ്പിൽ തുടർഭരണമുണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരുമല്ല. മറിച്ചാണ് ഫലമെങ്കിൽ പിണറായി മുന്നണി നയിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമോ എന്നുള്ള ആശങ്ക CPM നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. ഇതോടെയാണ് LDF പ്രതിപക്ഷത്തെങ്കിൽ നേതൃത്വത്തിലേക്ക് ആരെന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ സജീവമായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയായും മുഖ്യമന്ത്രിയായും പാർട്ടിയെയും മുന്നണിയെയും കെട്ടുറപ്പോടെ നയിച്ചത് പിണറായിയാണ്. പിണറായിയുടെ പിൻഗാമിയായി പാർട്ടി സെക്രട്ടറിയായ കോടിയേരിയുടെ വിയോഗമാണ് അടുത്ത നേതൃത്വം ആരെന്ന ചിന്തയിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ പാർട്ടി സെക്രട്ടറിയായ PB അംഗം MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P രാജീവ്, KN ബാലഗോപാലൻ, KK ശൈലജ എന്നിവരാണ് പിണറായിയുടെ പകരക്കാരായി എത്തേണ്ടത്. എന്നാൽ MV ഗോവിന്ദൻ മുന്നണിയെ നയിക്കാനുള്ള സാധ്യത കുറവാണ്. കളമശ്ശേരിയിൽ മത്സരിച്ച P രാജീവിന്റെയും കൊട്ടാരക്കരയിൽ മത്സരിച്ച KN ബാലഗോപാലന്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്താവുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിലുണ്ട്. പിന്നീട് പരിഗണിക്കേണ്ട മറ്റൊരു നേതാവായ KK ശൈലജയാവട്ടെ പേരാവൂരിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പാർട്ടിക്കില്ല. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും കനത്ത വെല്ലുവിളിയാണ് നേരിട്ടത്. എന്നാൽ ജയമായാലും പരാജയമായാലും നേതൃത്വ സ്ഥാനത്ത് പിണറായി തന്നെ എന്നാണ് ഭൂരിപക്ഷം പാർട്ടി നേതാക്കളുടെ വിശ്വാസം. LDF പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമെന്ന് കരുതുന്നവരും പാർട്ടിയിലേറെയാണ്.